സാനിയ മനോമി നമുക്കൊപ്പം ചേരുന്നുണ്ട്. KSRTC സമുച്ചയത്തിൻ്റെ അകത്ത് മിനിമം വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാൻ കഴിയാതെയാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. സാനിയ മനോമി, നമ്മൾ ഞെട്ടിക്കുന്നതാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു വലിയ മാളിന് പ്രതീതി തോന്നുന്ന ഒരു ബഹുനില സമുച്ചയം. പക്ഷേ ഉള്ളിലേക്ക് കയറിയാലോ ഈ സ്ത്രീകളുടേതടക്കം ശുചിമുറികളിൽ 2 കസേരകൾ മാത്രം, ആവശ്യത്തിന് വെളിച്ചവുമില്ല. മാത്രവുമല്ല വൈകുന്നേരം 7 മണിക്ക് ശേഷം തൊട്ടടുത്ത റൂട്ടുകളിലേക്കുള്ള സർവീസുകളും ഇല്ലാത്തൊരവസ്ഥയുണ്ടാവുന്നു. KSRTCയുടെ ഡിപ്പോയിൽ രാത്രിയിൽ സാനിയ മനോമി കണ്ട കാഴ്ചകൾ എന്താണ്? KSRTCയുടെ നിർമ്മാണത്തിലും അത് വാടകയ്ക്ക് കൊടുക്കുന്നതിലും അടക്കം അടിമുടി ദുരൂഹതയും അഴിമതി കഥകളും ഉണ്ടാവുമ്പോഴാണ് നമ്മൾ KSRTCയുടെ ഉള്ളിൽ നിന്ന്, അതായത് ടെർമിനലിൽ നിന്നുള്ള വിവരങ്ങൾ എടുക്കുന്നത്. ഇപ്പോൾ സമയം രാവിലെ 10:30. പക്ഷേ ഈ KSRTC ടെർമിനലിൻ്റെ നിർമ്മാണത്തിലെ ആദ്യ അപാകത എന്ന് പറയുന്നത് ഇവിടെ ഒരു വെളിച്ചവും ഈ പട്ടാപ്പകൽ പോലും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ നിർമ്മാണത്തിലെ ഏറ്റവും വലിയ അപാകതയായി ചൂണ്ടിക്കാട്ടേണ്ടത് അതാണ്. മറ്റൊന്ന്, ഈ തൂണുകൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഈ തൂണുകൾ പലതും ഒരു സൗകര്യവുമില്ലാതെ, അതായത് 2 തൂണുകൾക്കിടയിലൂടെ ബസ്സിന് വരാനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് പലപ്പോഴും ബസ് ഇടിച്ച് തൂണുകൾ തകർന്ന സാഹചര്യമാണുള്ളത്. ഒരാഴ്ച മുൻപാണ് കനത്ത മഴയിൽ ഇവിടുത്തെ സീലിംഗ് അടർന്നു വീണ് ഈ KSRTC സ്റ്റാൻഡ് മുഴുവൻ വെള്ളത്തിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ അസൗകര്യങ്ങളുടെ നടുവിലാണ് KSRTC സ്റ്റാൻഡ് എന്ന് വേണം പറയാൻ. ഇതിൻ്റെ നിലം നോക്കിയാൽ, അതായത് തറ നോക്കിയാൽ തന്നെ കാണാം, ഒരു മനുഷ്യനും നടന്നു പോകാൻ പോലും കഴിയാത്ത വിധത്തിൽ മഴവെള്ളം വന്ന്, ഇത് എവിടുന്നാണ് വരുന്നതെന്ന് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത തരത്തിൽ മഴവെള്ളം വന്ന് ഇവിടെ അടിഞ്ഞിരിക്കുന്നൊരവസ്ഥയാണ് കാണുന്നത്. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം ഇപ്പോൾ യാത്രക്കാർ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം സാനിയോ. 75 കോടി രൂപ ചെലവിട്ട് അവസാനം 90 കോടിയായ ഒരു കെട്ടിടത്തിന്റെ അവസ്ഥയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. മഴയൊന്ന് പെയ്യുമ്പോഴേക്കും ആ KSRTC ഡിപ്പോയുടെ ഉൾവശത്തിന്റെ അവസ്ഥ നോക്കൂ. ആവശ്യത്തിന് വെളിച്ചമില്ലെന്ന് മാത്രമല്ല, ആ തറ കിടക്കുന്നത് നോക്കൂ. എത്രമാത്രം മലിനമായും എത്രമാത്രം ശുചിത്വമില്ലാതെയുമാണ് അവിടെ നിൽക്കുന്നത്. വെളിച്ചമില്ലാതെ നിൽക്കുന്നു. ആവശ്യത്തിന് കസേരകളില്ല, ആവശ്യത്തിന് വെളിച്ചം പോലും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതായത് ഇതിന് മെയിൻ്റനൻസ് പോലും കൃത്യമായി നടക്കുന്നില്ല, അല്ലേ സാനിയോ? ഒരു മെയിൻ്റനൻസ് നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ വഴിക്കടവ് ബസ്സാണ് ഈ വെള്ളത്തിൽ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത്. ആളുകൾക്ക് വഴിക്കടവിലേക്ക് പോകേണ്ട ബസ്സിൽ കയറണമെങ്കിൽ ഈ വെള്ളക്കെട്ട് താണ്ടി വേണം പോകാൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് യാതൊരു തരത്തിലും ഈ KSRTC സ്റ്റാൻഡിനെ ശ്രദ്ധിക്കാത്ത തരത്തിലാണ് ഈ നിർമ്മാണവും അതുപോലെ അതിൻ്റെ പിന്നീടുള്ള മെയിൻ്റനൻസും ഒക്കെ എന്ന് വേണം പറയാൻ. കാരണം മറ്റൊരു കാഴ്ച ഇവിടെ അതായത് ഇവിടെ ചോരുന്നു. അതായത് KSRTC ബസ് സ്റ്റാൻഡ് ടെർമിനൽ, ഇത്രയും കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ബസ് ടെർമിനൽ ചോർന്നൊലിക്കുന്ന കാഴ്ച. ഇങ്ങനെയാണ് വെള്ളം ഇവിടേക്ക് വരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, അങ്ങനെ വേണമെങ്കിലും പറയാം. കുറച്ചു നേരം കൂടി അവിടെ ഫോക്കസ് ചെയ്ത് നിർത്തി നോക്കൂ. എത്ര കാലമായിട്ടുണ്ടാവും ഈ കെട്ടിടം നിർമ്മിച്ചിട്ട് സാനിയോ? ഈ കെട്ടിടം നിർമ്മിച്ചിട്ട് 10 വർഷമെങ്കിലും ആയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വെറും 10 വർഷം കൊണ്ട് ആണ് ഈ ചോർച്ചയും അതുപോലെ ഈ വെള്ളക്കെട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇവിടെയുള്ള ലെയറിങ്, അതായത് സീലിങ്ങിന് അടിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഈ മഴവെള്ളം കാരണം തകർന്ന് താഴെ വീഴുന്നു. യാത്രക്കാർക്ക് ഇവിടെ നിൽക്കാൻ പോലും കഴിയില്ല. കാരണം എപ്പോഴാണ് ഈ സീലിംഗ് തകർന്ന് താഴെ വീഴുക എന്നുള്ളത് യാതൊരു ഉറപ്പുമില്ലാത്ത കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തൂണുകൾ അല്പം പോലും വീതിയില്ലാതെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡ് വാട്ടർ ഹാർവസ്റ്റിംഗിന് ശ്രമിക്കുന്നത് പോലെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ നീന്തൽക്കുളമാണോ, വാട്ടർ ഹാർവസ്റ്റിംഗ് ആണോ, മ്യൂസിക് ഫൗണ്ടൻ ആണോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാത്ത അവസ്ഥയിൽ പരിതാപകരമാണ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിൽ നിന്ന് വെള്ളം ഒന്ന് മഴ പെയ്താൽ ഉള്ളിലേക്ക് ചോർന്നൊലിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഒന്നും രണ്ടുമല്ല, 90 കോടി രൂപ സാധാരണക്കാരൻ്റെ നികുതി പണത്തിൽ നിന്ന് കെട്ടിയുണ്ടാക്കിയ കെട്ടിടമാണ്. ഒരു കൊട്ടാരം പോലെ പുറത്തുനിന്ന് കാണുന്ന കെട്ടിടം. ആ നിർമ്മാണ കരാറുകാരനെതിരെ നടപടിയെടുക്കണമെന്നുള്ള വിജിലൻസ് റിപ്പോർട്ട് പൂഴ്ത്തി സാധാരണക്കാരൻ്റെ പണം എങ്ങനെ അടിച്ചുകൊണ്ട് പോകുന്നു എന്നതിന് ഏറ്റവും കൃത്യമായിട്ടുള്ള നേർചിത്രമാണ് കാണുന്നത്. സാനിയോ, ആ ദൃശ്യങ്ങൾ തന്നെ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നവയാണ്. മാത്രമല്ല അവിടെയൊക്കെ ക്രാക്ക് രൂപപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. മുകളിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ട്. അത് ബഹുനില കെട്ടിടമാണ്. ഏറ്റവും മുകളിലുള്ള വെള്ളമാണെങ്കിൽ പോലും അത് താഴേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ എത്രമാത്രം ഭിത്തികളിൽ ഇത് ബലക്ഷയം ഇതിനകം തന്നെ ഉണ്ടാക്കിയിരിക്കുമെന്നതും ചോദ്യമല്ലേ സാനിയോ? അതെ, അങ്ങനെ വേണം പറയാൻ. കാരണം 8 നിലയിൽ മേലെയുള്ള കെട്ടിടമാണ്. ഇത്തരത്തിൽ വെള്ളം ഒലിച്ചിറങ്ങുന്നത്, സീലിംഗ് അടക്കം തകർന്ന് വീഴുന്ന ഒരു സാഹചര്യം. വെള്ളം ഒലിച്ചിറങ്ങുന്നതുകൊണ്ട് സീലിംഗ് നിർമ്മിച്ച വസ്തു തകർന്ന് ആളുകളുടെ മേലേക്ക് വീഴുന്നു. ആളുകൾക്ക് നടക്കാൻ കഴിയാത്ത സാഹചര്യം. ഇപ്പോൾ യാത്രക്കാരൻ നമുക്കൊപ്പം ഉണ്ട്. എന്താ പറഞ്ഞിരുന്നത് നിങ്ങൾ?
ഇവിടെ മൊത്തം ലീക്കാണ് കാണാനുള്ളത്. എന്ത് ചെയ്യാനപ്പോൾ ജനങ്ങളെല്ലാവരും പൊട്ടന്മാരായിട്ട് ജീവിക്കുക ഇവിടെ. ബാക്കിയുള്ള ആളുകൾ ഇതിൻ്റെ കോൺട്രാക്ട്സ് എല്ലാവരും ചെയ്ത ആളുകളെല്ലാവരും നല്ല സുഖമായിട്ട് വീട്ടിൽ കയറുന്ന തുടങ്ങുന്ന ലക്ഷങ്ങൾ പോക്കറ്റിലാക്കിയിട്ട്. ഇവിടെ ഇങ്ങനെ മുഴുവൻ വെള്ളമാണ്. അതായത് ഉദാഹരണത്തിന് ഈ വഴിക്കടവ് ബസ്സിലേക്ക് പോകേണ്ട ഒരാൾ അവർ ഈ വെള്ളം താണ്ടി വേണം പോകാൻ അല്ലേ? തീർച്ചയായിട്ടും വെള്ളത്തിൽ കൂടെ നടന്നു പോകണം. കുട്ടികളും ചെറിയ കുട്ടികളും പെണ്ണുങ്ങളും എല്ലാവരും ഉണ്ട്. ഇഷ്ടമുള്ള ആളുകളെല്ലാവരും ഉണ്ട്. എല്ലാവരും ഈ വെള്ളത്തിൽ കൂടെ വണ്ടി പോകേണ്ടി വരും. വേറെ രക്ഷയില്ല. എന്ത് ചെയ്യാനപ്പോൾ? ഇത് വലിയൊരു അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്നൊരു തോന്നൽ സാധാരണക്കാരൻ എന്ന നിലയിൽ താങ്കൾക്കുണ്ടോ? സാധാരണ എല്ലാവർക്കും അറിയാം അത് അഴിമതിയാണ്. അഴിമതിൻ്റെ അപ്പുറം അഴിമതിയാണ് കിടക്കുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ഇത് ആർക്കും പ്രതികരിക്കാൻ പറ്റില്ല. പ്രതികരിച്ചാൽ അവരെല്ലാവരും നേരെ ജയിലിലേക്ക് പോകേണ്ടി വരും. അതാണ്. ശരിയാണ് സാനിയോ. ഈ KSRTC ബസ് സ്റ്റാൻഡിലൂടെ മന്ത്രിമാരോ അതല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ സ്വാധീനശേഷിയുള്ളവരോ ഒന്നും സഞ്ചരിക്കണമെന്നില്ല. ഈ പൊതുഗതാഗതം പരമാവധി ഉപയോഗപ്പെടുത്ത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. അവർക്കെന്തുമാകാം എന്ന നിലയിലാണ് ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരിക്കൽ കൂടി ഞാൻ തിരിച്ചു വരാം സാനിയോ. കുറച്ചുകൂടി ദൃശ്യങ്ങൾ അവിടെ നിന്ന് പടർത്തു. മാത്രവുമല്ല അവിടെ വേണ്ടത്ര രീതിയിൽ ശുചിമുറികളൊക്കെ പരിപാലിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാവുന്നതാണ്. കോഴിക്കോട് ഡിപ്പോയുടെ ചിത്രമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കണ്ടത്. 90 കോടി രൂപ മുടക്കി നിർമ്മിച്ച ഒരു കെട്ടിടം 10 വർഷത്തിനുള്ളിൽ ചോർന്നൊലിക്കുക മാത്രമല്ല അതിൻ്റെ 90% തൂണുകൾക്കും ബലക്ഷയമുണ്ടെന്നും റിപ്പോർട്ട് വന്നിരിക്കുന്നു. 50 ലക്ഷം വാടക നിശ്ചയിച്ചെങ്കിലും അതിൻ്റെ പാതി പോലും ലഭിക്കാനാവാത്ത അവസ്ഥയിലാണ് സർക്കാർ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ അനാസ്ഥ ഇങ്ങനെ തുടരുന്നത്? ഇത് കോഴിക്കോട്ടെ മാത്രം കഥയല്ല.